വാഗമൺ എന്ന ടൂറിസ്റ്റ് സ്പോട്ടിലെ പ്രധാന സാഹസിക വിനോദങ്ങളിലൊന്നാണ് പാരാഗ്ലൈഡിംഗ്. ഇന്നിവിടെ കാണിച്ചിരിക്കുന്ന ഗ്ലൈഡിങ്ങിൻ്റെ റേറ്റുകൾ 4500, 4000 എന്നിങ്ങനെയാണ്. വിത്ത് വീഡിയോ, വിത്തൗട്ട് വീഡിയോ എന്ന രീതിയിലാണ് ഇവിടെ റേറ്റുകൾ കാണുന്നത്. ഇടുക്കി ജില്ലയിലെ എന്നാൽ കോട്ടയം ഇടുക്കി ജില്ലയുടെ ബോർഡറിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പാരാഗ്ലൈഡിംഗ് എന്ന ഈ ഒരു സാഹസിക വിനോദം കൊണ്ട് തന്നെ വേറിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായ വാഗമൺ പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും സാഹസിക വിനോദങ്ങൾക്കിടയിലും പ്രസിദ്ധമാണ്. അത്തരത്തിൽ പാരാഗ്ലൈഡിംഗ് ഈ സ്ഥലത്തെ ഏറ്റവും ആവേശകരമായ ആകർഷണങ്ങളിൽ ഒന്നാണ്. പ്രകൃതിയുടെ മനോഹാരിതയെ ആകാശത്ത് നിന്ന് ആസ്വദിക്കാനും വ്യത്യസ്തമായൊരു അനുഭവം നേടാനും ആഗ്രഹിക്കുന്നവർക്കായി വാഗമൺ മികച്ച രീതിയിലാണ് ഇവിടെ പാരാഗ്ലൈഡിങ് എന്ന ഈ ഒരു പദ്ധതി ഇവിടെ നടപ്പിലാക്കി വരുന്നത്. വാഗമണ്ണിലെ പാരാഗ്ലൈഡിങ് കോലാഹലമേട് എന്ന സ്ഥലത്താണ് പ്രധാനമായും സംഘടിപ്പിക്കപ്പെടുന്നത്. ഇത് 1100 മീറ്റർ, അതായത് ഏകദേശം 3600ഓളം അടി ഉയരത്തിലുള്ള ഒരു പർവ്വതമുറ്റം ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നല്ല വായുപ്രവാഹവും പർവ്വത നിരകളുമുള്ളതിനാൽ ഇത് എല്ലാ പാരാഗ്ലൈഡർമാർക്കും പുതുമുഖ പാരാഗ്ലൈഡർമാർക്കും ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമായി മാറുന്നു ഇവിടം. പാരാഗ്ലൈഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എയർ സ്പോർട്സ് ആണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇതൊരു ലളിതമായ നിർമ്മിത ഹാങ്ങർ ഗ്ലൈഡർ ഉപയോഗിച്ച് ഉയർന്ന പർവ്വതത്തിൽ നിന്ന് കുതിച്ചിറങ്ങുന്നതും ആകാശത്ത് ഒരു പക്ഷിയുടെ പോലെ നമുക്ക് സഞ്ചരിക്കാവുന്നതുമാണ്. ഇതിനൊക്കെ നല്ല പരിശീലനം ശ്രദ്ധിച്ച ഗ്ലൈഡർമാർ നമ്മോടൊപ്പമുണ്ട്. പുതുമുഖങ്ങൾക്കും ഈ സാഹസിക വിനോദം പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ടാൻഡം പാരാഗ്ലൈഡിങ് വളരെ ഉചിതമായ ഒരു സാഹസിക വിനോദ മാർഗം തന്നെയാണ്. ഇതിൽ ഒരു പരിചയസമ്പന്നനായ ഒരു പൈലറ്റ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. ഈ രീതിയിൽ നമ്മുടെ പൈലറ്റാണ് മുഴുവൻ നിയന്ത്രണവും കൈകാര്യം ചെയ്യുക. അതിനാൽ 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് പോലും ഒരു പക്ഷേ ഈ പാരാഗ്ലൈഡിങ് എന്ന ഈ ഒരു വിനോദം ഏർപ്പെടാവുന്നതാണ്. പക്ഷേ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നല്ല മനക്കെട്ടി ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു ഗ്ലൈഡിങ് നടത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. എന്നാൽ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ഉള്ള ആളുകളെല്ലാം ഈ ഒരു പാരാഗ്ലൈഡിങ്ങിൻ്റെ അനുഭവം അവർ അനുഭവിച്ചറിഞ്ഞു പോകുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ തന്നെ വളരെ വിരളമായ ഒരു സാഹസിക വിനോദമാണ് ഈ ഒരു പാരാഗ്ലൈഡിങ്. അതൊന്ന് അനുഭവിച്ചറിയണമെന്നുള്ള ആ ഒരു ത്രില്ല് എല്ലാവരിലും ഉള്ളത് കൊണ്ടാണ് ആ ഒരു ഗ്ലൈഡിങ് വളരെ സാഹസികമായ ഒരു ഗ്ലൈഡിങ് ആയതുകൊണ്ടും അതൊന്ന് കാണുക എന്നുള്ളതൊരു വേറിട്ട അനുഭവം തന്നെയായിരിക്കാം. നമ്മൾ ആകാശത്തിലൂടെ പക്ഷിയെ പോലെ കിലോമീറ്ററുകൾ ദൂരത്തിലാണ് പറന്നു പോകുന്നത്. എന്നിട്ടും തിരിച്ച് നമ്മൾ ഈ ഒരു കാറ്റിൻ്റെ ഗതിയെ ആശ്രയിച്ച് തന്നെ തിരിച്ച് പുറപ്പെട്ട സ്ഥലത്ത് തന്നെ എത്തുക എന്നുള്ളത് നമുക്കൊക്കെ ഒരുപക്ഷെ അതിശയകരമായി തോന്നിയേക്കാം. പാരാഗ്ലൈഡിങ്ങിന് ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥ സെപ്റ്റംബർ മുതൽ മെയ് മാസം വരെയുള്ള കാലഘട്ടമാണെന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് മഴ കുറഞ്ഞതും ലളിതമായ കാറ്റുമുള്ളതിനാൽ ഗ്ലൈഡിങ് എപ്പോഴും നല്ല സുഖകരമായ ഒരു അനുഭവം നമുക്ക് സമ്മാനിക്കും. സാധാരണഗതിയിൽ അവധി ദിവസങ്ങളിലെല്ലാം വാഗമണ്ണിൽ നല്ല തിരക്കായിരിക്കും. കാലാവസ്ഥ മോശമായിരിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു ഗ്ലൈഡിങ് സാധാരണഗതിയിൽ ഇവിടെ നടത്താറില്ല. നല്ല കാലാവസ്ഥ, അനുയോജ്യമായ എല്ലാ ചുറ്റുവട്ടങ്ങളും ഒരുങ്ങിയാൽ മാത്രമേ, ഒരുക്കമുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഗ്ലൈഡിങ് ഇവിടെ നടത്തി പോരാറുള്ളൂ. മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു പാരാഗ്ലൈഡിങ് അറിഞ്ഞാണ് ഇവിടെ വരുന്നതെങ്കിൽ അതൊന്ന് ആസ്വദിച്ചിട്ട് തന്നെ കാര്യം എന്ന രീതിയിൽ ഒരുപാട് ആളുകൾ ഈ ഒരു പാരാഗ്ലൈഡിങ് ആസ്വദിച്ച് മടങ്ങുന്നത് നമുക്ക് ഇവിടെ നിന്നാൽ കാണാവുന്നതാണ്.
5 വയസ്സിന് ഉള്ളവരും എന്നാൽ ഭാരം 20 മുതൽ 95 കിലോ വരെയാണ് ഇതിനകത്ത് അനുവദനീയമായ ഭാരം എന്നാണ് പറയപ്പെടുന്നത്. നല്ല ആരോഗ്യനില ഉള്ളവരാണ് ഇതിനകത്ത് കൂടുതലും ഈ ഒരു അനുഭവം അനുഭവിച്ചറിയുവാൻ തയ്യാറാകാവൂ എന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഹൃദയരോഗമുള്ളവരോ അലർജിയോ അങ്ങനെ ഗർഭിണികൾ തുടങ്ങിയവർ കരുതലുകൾ എടുത്തു മാത്രമേ ഇതിനകത്ത് ഇറങ്ങാവൂ. ഹെൽമറ്റ്, സേഫ്റ്റി ബെൽറ്റ് എന്നിവ ഉറപ്പാക്കി തന്നെയാണ് ഈ ഒരു പാരാഗ്ലൈഡിങ്ങിൽ നമ്മൾ ഏർപ്പെടുന്നത്. വാഗമണിൽ വിവിധ അഡ്വഞ്ചർ ക്ലബ്ബുകൾ ഈ ഒരു സേവനം നമ്മൾക്കിവിടെ ഒരുക്കുന്നുണ്ട്. ആകാശത്ത് മാനമുട്ടെ പറക്കുകയും മലനിരകൾക്ക് മുകളിലൂടെ പറന്നു പോവുകയും ചെയ്യുന്ന ആ ഒരു അനുഭവം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഒരു തടസ്സവുമില്ലാതെ നമ്മുടെ വീക്ഷണം 360 ഡിഗ്രി നമുക്ക് കിട്ടുന്ന ഒരു വീക്ഷണമാണ്. ഫ്ലൈറ്റിൽ സഞ്ചരിച്ചാൽ പോലും നമുക്ക് ഇതേപോലെയുള്ള ഒരു താഴോട്ടുള്ള വീക്ഷണം കിട്ടണമെന്നില്ല. വാഗമൺ തന്നെ പ്രകൃതിയുടെ മനോഹാരിതയും സാഹസിക വിനോദങ്ങളും നിറഞ്ഞ ഒരു സ്വർഗമാണെന്ന് പറയുന്നതിൽ അതിശയോക്തി വേണ്ട. ഒരു പുതിയ അനുഭവത്തിനായി തയ്യാറെടുക്കുന്നവർക്കായി പാരാഗ്ലൈഡിങ് ഒരു ഹൃദയ സ്പന്ദനത്തെ കൂട്ടുന്ന മികച്ച ഒരു വികാരമാണ്. നിങ്ങൾ പറക്കുമ്പോൾ താഴെ കാണുന്ന തേയിലത്തോട്ടങ്ങളും മലനിരകളും ഒരിക്കലും മറക്കാനാകാത്ത ഒരു കാഴ്ചയായി മാറും. ഒരു പക്ഷിയുടെ കാഴ്ചപ്പാട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവമായി ചേർക്കാൻ വാഗമണ്ണിലേക്ക് വന്നാൽ നിങ്ങൾക്ക് സാധിക്കും. കാറ്റിനെ വിശ്വസിച്ചുകൊണ്ട് കാറ്റിൽ പറക്കുക, അതാണ് പാരാഗ്ലൈഡിംഗ് എന്ന ഈ ഒരു സാഹസിക വിനോദം. ആദ്യമായി പാരാഗ്ലൈഡിംഗ് എന്ന ഈ അനുഭവം മനസ്സിലാക്കാനായിട്ട് ഇവിടെ എത്തുന്നവർക്കാണെങ്കിൽ വളരെ അതിശയകരമായി തോന്നിയേക്കാം. പക്ഷിയെപ്പോലെ പറന്നു നടക്കുക. ഇങ്ങനെയുള്ളവർക്ക് ഇങ്ങോട്ട് പോരെ, ഇവിടെ വന്ന് ഈ ഒരു സാഹസിക വിനോദം ആസ്വദിക്കാൻ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.